നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഇന്നലത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഹ്യൂജ് ലോസാണ് നമ്മൾ കൊടുത്തത്. ഒപ്പം തന്നെ ഇന്നലെ മൾട്ടിപ്പിൾ ട്രേഡ് നമ്മൾ എടുത്തു. അപ്പോൾ റിവഞ്ച് ട്രേഡ് ചെയ്യാൻ പാടില്ല, ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല, ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് പോലും മാനസികാവസ്ഥ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുത്തു. ആ ട്രേഡ് എടുത്ത മാത്രമേ, നിങ്ങൾക്കറിയാം, ഇന്നലെ ഓൾമോസ്റ്റ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തിരുന്ന പവർ ഗ്രിഡിലാണ്. എൻട്രി ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതാണ് ചാർട്ടെന്ന് കരുതിയാൽ, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തേക്ക് എൻട്രി എടുത്തു. ഷോർട്ട് സെല്ല് ചെയ്തത് നല്ല രീതിയിൽ മുകളിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. ആക്ച്വലി പവർ ഗ്രിഡിലായിരുന്നു നമ്മൾ എടുത്തിരുന്ന ഷോട്ട്. പക്ഷേ അത് നല്ല രീതിയിൽ മുകളിലേക്ക് കയറി പോയപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് 0.5% ആണ് നമ്മൾ നോർമലി കൊടുക്കാറുള്ളത്. അത് വെക്കുന്നതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അതിന് മുന്നേ തന്നെ 1.5% ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് എടുക്കേണ്ടി വന്നു അവിടെ. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അതൊരു 450 രൂപയ്ക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ നമ്മളത് തിരിച്ച് പിടിക്കണം അല്ലോ എന്നൊരു തോന്നൽ. രണ്ടാമത്തെ ട്രേഡ് അതിൽ തന്നെ എടുക്കുകയാണ്. അതും ഷോർട്ട് സെല്ല് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇന്നലത്തെ പവർ ഗ്രിഡിൻ്റെ മൂവ് കണ്ടാൽ അറിയാം, അത് വൺ സൈഡഡ് മൂവ് ആയിരുന്നു. സോ ദാറ്റ് രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസും അവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ സ്റ്റോക്കൊന്ന് മാറ്റി പിടിച്ചു. അതിനുശേഷം നമ്മൾ എടുത്തത് ഏതാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എങ്കിലും അതിൽ നമ്മൾ ലോങ് എൻട്രി ആണ് എടുത്തതെന്നാണ് തോന്നുന്നത്. എനിവേ, ഏത് എൻട്രി ആയാലും അതിനകത്ത് നമുക്ക് കിട്ടിയത് 1:1 എബോ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ആക്ച്വലി അത് 1:2 ഇന്നലെ കൊടുത്തിരുന്നു. നമ്മൾ 1:1 എബോ ട്രയൽ ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് കിട്ടിയിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇന്നലെ ഒരു 800-ന് മുകളിൽ, ഏകദേശം 900-ന് വരെ നമ്മൾ ടോട്ടൽ സ്റ്റോപ്പ് ലോസ് കാണിച്ചിരുന്നു ഒരു സമയത്ത്. അതിന് ശേഷം അത് കുറച്ച് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് 441 രൂപ ലോസ് ചുരുക്കുകയാണ് ഉണ്ടായത്. നെറ്റ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ മൂന്നാമത്തെ ട്രേഡ് ടാർഗറ്റ് കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഒന്നാമത്തെ ട്രേഡിൽ നിർത്തിയാൽ അതായിരുന്നു ഭംഗി. പക്ഷേ നമ്മൾ ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ നമ്മൾ അടുത്ത ട്രേഡിൽ പോയി എൻട്രി എടുക്കുകയായിരുന്നു. കാരണം അത് ഇമോഷൻ്റെ പുറത്ത് സംഭവിച്ചതാണ്. ലോജിക്കൽ തിങ്കിങ് ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അതിനെ നമ്മളുടെ ഇമോഷനെ ട്രിഗർ ചെയ്ത ഫാക്ടർ എന്താണെന്ന് കരുതിയാൽ നമുക്കറിയാം, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ്, നമ്മൾ എൻട്രി എടുത്താൽ ഉടനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവണം. ഇതേ ഒരു കണ്ടീഷൻ നമുക്ക് പണ്ടും വന്നിട്ടുണ്ട്. അതായത് ട്രേഡ് എടുത്ത് തുടങ്ങിയ സമയത്ത്, ഏകദേശം ഒരു 180 ദിവസങ്ങൾക്ക് മുൻപ്, നമുക്ക് ഇതുപോലൊരു ദിവസം നമ്മൾ ട്രേഡ് എടുത്തു. വലിയ മൂവ്, ഫസ്റ്റ് ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സമയം കിട്ടിയില്ല, നല്ലൊരു ലോസ് അടിച്ചു. അപ്പോൾ ആ ഒരു മൂവിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ്, ബിഗ് ലോസിന് ശേഷം പിന്നെ ഇന്നലെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥയെ അത് ബാധിക്കുകയും ചെയ്യും. സോ ദാറ്റ് നമ്മൾ നമ്മുടെ ഓർഡർ എൻട്രിയിൽ, അപ്പോൾ ഓർഡർ വിൻഡോയ്ക്കകത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഒന്ന്, പൊസിഷൻ സൈസിങ് നമ്മൾ ഓട്ടോമാറ്റിക്കാണ് വെച്ചേക്കുന്നത്. 50% ഓഫ് മാർജിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2, സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ അത് പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓർഡറായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇടുന്ന എല്ലാ ഓർഡറുകളും ബ്രാക്കറ്റ് ഓർഡർ ആയിരിക്കും. അതായത് സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാകും, ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാകും. അതിനകത്ത് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയാൽ മതി. ഇനി ഓർഡർ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്വിക്ക് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ക്ലിക്ക്, ഒറ്റ ക്ലിക്കിൽ ഓർഡർ പ്ലേസ് ആകുന്ന ഒരു പ്രക്രിയയാണത്. അതായത് സമയം കളയുന്നില്ല, കൺഫർമേഷനൊന്നും അവർ ചോദിക്കുന്നില്ല, ഒറ്റ ക്ലിക്കിൽ ആ ഓർഡർ അങ്ങ് പ്ലേസ് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. യൂസർ സെറ്റിങ്സ് ആണിത്. അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് ട്രേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ സൈസിങ് നമ്മളിവിടെ ഈ കാണുന്ന പോലെ തന്നെ 50% തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1% നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പെർസെൻറ്റേജ് ഡിഫറൻസിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ടാർഗറ്റായിട്ട് 1.5% നമ്മൾ പെർസെൻറ്റേജ് ഡിഫറൻസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെറ്റിങ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി തൊട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഇപ്പോൾ ക്വിക്ക് ട്രേഡ് നമ്മൾ ഓഫാക്കി ഇട്ടേക്കുവാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എൻട്രി എടുത്തുകൊണ്ടിരുന്ന പോലെ പൊസിഷൻ സൈസിങ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. 93 നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാർക്കറ്റ് ഓർഡറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്.
അതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റോപ്പ് ലോസ് നമ്മൾ എൻട്രി ഏത് പ്രൈസിൽ കിട്ടുന്നോ അതിൻ്റെ 1% കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ആകും. ഇപ്പം മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈ ചെയ്ത ഇവിടെ കാണാം 327 രൂപയ്ക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 327 രൂപയ്ക്ക് എൻട്രി കിട്ടിയാൽ 1% കുറച്ചിട്ട് ഇവിടെ കാണാം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1% സ്റ്റോപ്പ് ലോസിൽ. അപ്പോൾ നമുക്കിവിടെ കാണാം 323.75 സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് 1% തന്നെയാണ്, അതായത് 330.25 ടാർഗറ്റുമായിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ അത് പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഈ 2 ഓർഡറുകളും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്ലേസ് ആകുന്നുണ്ടാവും. ഇനി നമ്മൾ ക്വിക്ക് ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ സിംഗിൾ ക്ലിക്ക്, ബൈ ആണെങ്കിൽ ബൈ, സെല്ലാണെങ്കിൽ സെല്ല്, അത് ഇവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്വാണ്ടിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്, 93 ക്വാണ്ടിറ്റീസ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബൈ ചെയ്താലും ഇവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്താലും ഇതേപോലെ തന്നെ സിംഗിൾ ക്ലിക്കിൽ അതങ്ങ് പ്ലേസ് ആകും. അപ്പോൾ ക്വിക്ക് ട്രേഡ് ആണെങ്കിൽ സിംഗിൾ ക്ലിക്കിൽ പ്ലേസ് ആകും. അതേസമയം ഇവിടുന്ന് ക്വിക്ക് ട്രേഡ് അല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓർഡർ വിൻഡോ വരും, അതിന് ശേഷം ഒരു ക്ലിക്കും കൂടെ, അപ്പോൾ 2 ക്ലിക്കിലാണ് അത് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇപ്പോൾ തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രാക്കറ്റ് ഓർഡറാണ്, അതായത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ് മാറ്റിയിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ 2 ദിവസം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ദിവസങ്ങളാണ്. പക്ഷേ ആ 2 ദിവസവും നമ്മൾ ലോസാണ് എടുത്തേക്കുന്നത്. ഈ റെഡ് അടയാളപ്പെടുത്തേക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓവർ ട്രേഡും ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ട്രേഡിൽ കൂടുതലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ മൂവായിരുന്നു, അതായത് വോളാറ്റൈലാണ് ഈ മാസം തുടക്കം തൊട്ട് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, പിന്നെ അത് ടാർഗറ്റിൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ടുമില്ല, പിന്നെ തിരിച്ചിങ്ങ് പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ടാർഗറ്റ് അവിടെ വരികയായിരുന്നെങ്കിൽ, പ്ലേസ് ആകുമായിരുന്നെങ്കിൽ നമുക്കത് അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളിത് മാനുവലി ചെയ്യാൻ എടുത്ത സമയം അത്രയും ടൈം മാർക്കറ്റ് തന്നില്ല, ഹൈ വോളാറ്റൈൽ ആയതുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സായി പോയി. സോ ദാറ്റ് നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ വന്നിട്ട് 29 ദിവസം പ്രോഫിറ്റും 29 ദിവസം ലോസുമാണ്. അപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ 16% പ്രോഫിറ്റേ കിട്ടിയിട്ടുള്ളൂ, അതായത് പേരിനൊരു പ്രോഫിറ്റ് ഒരു ദിവസം, അതും വലിയ എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സോ ദാറ്റ് ടോട്ടലി നമ്മൾ ഈ മാസം 0 എന്ന് പറയാവുന്ന രീതിയിലാണ് വിന്നിൽ നിൽക്കുന്നത്. ഇനി 185 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ 43% ടോട്ടൽ വിൻ റേഷ്യോ ഉണ്ട്, നെറ്റ് ചില്ലറ പൈസ പ്രോഫിറ്റിലും നമ്മളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് കൺട്രോളുള്ള കാര്യമല്ല, നമുക്കിതിങ്ങനെ മെക്കാനിക്കലി ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ദാറ്റ് നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് നമുക്ക് തുടർന്നുകൊണ്ടിരിക്കാം, ബാക്കി സംഭവിക്കാനുള്ളതാണ് നമ്മുടെ കയ്യിൽ കൺട്രോളുള്ള കാര്യങ്ങളല്ല. എന്തായാലും ഇന്ന് നമ്മൾ NTPCയിൽ ട്രേഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു ക്വിക്ക് ട്രേഡ് എടുക്കാമെന്നാണ് കരുതുന്നത്, വേറൊന്നും കൊണ്ടല്ല. ക്വിക്ക് ട്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ എവിടെയൊക്കെയാണ് വലിയ ഓർഡേഴ്സ് കിടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്യണോ, നമ്മുടെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് ഏതെങ്കിലുമൊക്കെ ആണോ ഇതൊക്കെ എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം സെല്ലേഴ്സ് കുറച്ചധികം കാണിച്ചേക്കുന്നത് 327.50 അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 27.50 വന്നു കഴിഞ്ഞാൽ അവരങ്ങ് സെല്ല് ചെയ്യും. എന്നാൽ ഇവിടെ നമുക്ക് കാണാം നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 25.85 നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 25 എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ നമുക്കറിയാം 25.85 എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്കവിടെ ഓർഡർ ഇടാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 25.80 എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ആരും ഓർഡറൊന്നും പ്ലേസ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി 3 മിനിറ്റും കൂടെയുണ്ട്. നമുക്ക് വീഡിയോ അതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇപ്പം നമുക്കിവിടെ കാണാം 60 ക്വാണ്ടിറ്റി സെല്ല് ചെയ്ത് പോയിട്ടുണ്ട്, ബാക്കി 60 ക്വാണ്ടിറ്റി പോയിട്ടില്ല. എന്താ കാര്യം നമുക്കൊട്ട് മനസ്സിലായിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇനി അത് എത്രയ്ക്കാണാവോ പോകാനും പോകുന്നത്, ഒരു പിടിയില്ല. എനിവേ ഇത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. അപ്പോൾ ഇതൊക്കെ ആയിട്ടൊന്ന് ഇനി പരിചയപ്പെട്ട് വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ 1:2. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഫിറ്റിൽ ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ ഭാഗം എടുത്തു, എന്നിട്ടത് തിരികെ വരുന്നു. അപ്പോൾ ഈ ട്രേഡ് നമുക്കൊരു 60 രൂപയെങ്കിലും പ്രോഫിറ്റ് തരുമെങ്കിൽ രണ്ടാമത് ഒരു ട്രേഡും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ഓവർ ട്രേഡ് ആവത്തില്ല. ബിക്കോസ് നമ്മളുടെ എന്താ പറയുന്നത് ചാർജസും എല്ലാം അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടിട്ടാണ്. 329.85 ഇതൊന്ന് ട്രയൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുവാണ്. നോക്കട്ടെ. 329.85 60 അങ്ങോട്ട് ട്രയലിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ 1:2 ട്രയൽ ചെയ്ത് വെച്ചു. ബാക്കി ഇനി അതങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതുവരെ പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ വർക്ക് ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യേണ്ടതാണ് ടെക്നിക്കലി. അത് അങ്ങനെ ചെയ്യുമോ ഇല്ലയോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ട്രേഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കാം. 27.50 നമ്മളിവിടെ വലിയ ഓർഡർ കണ്ടിരുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പോകുമായിരിക്കാം. അതർവൈസ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇന്ന് ശരിയാവുകയാണെങ്കിൽ, വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്താൽ പിന്നെ മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യേണ്ടതുമാണ്. 29 ഒരു കൂട്ടം ഓർഡറുകളും അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റിലാണ് ഉള്ളത്. അപ്പോൾ 1:2 എല്ലാ ക്വാണ്ടിറ്റിയിലും കിട്ടിയേനെ. നമ്മളിവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. 60 സെല്ല് ചെയ്ത് പോയി, ബാക്കി 60 കയ്യിൽ അവശേഷിക്കുന്നുണ്ട്. 93 ക്വാണ്ടിറ്റിയാണ് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് 30 സെല്ല് ചെയ്ത് പോയി, 60 കയ്യിൽ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന സിമ്പിൾ വെച്ചിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകും എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഡെൽറ്റ സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ പോസിറ്റീവ് ആയിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്നു. പക്ഷേ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമുക്കിവിടെ കാര്യമായി ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 117 രൂപ പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുണ്ട്. എനിവേ നമ്മൾ നോക്കട്ടെ, അടുത്തൊരു ട്രേഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം എടുക്കണ്ട എന്നാണ് നമ്മുടെ മനസ്സിപ്പോൾ പറയുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ സ്ഥിരം സ്റ്റോക്ക് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാലും താഴത്ത് വന്ന് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തു. പക്ഷേ എല്ലാം ഇന്ന് ഓർഡർ ബ്ലോക്കിന് താഴത്തേക്ക് കുറച്ച് പോയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് പൊതുവെ കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റിയാണ്. നമ്മൾ കൃത്യം 0.5%, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0.5% അപ്പുറത്തേക്ക് ഒന്നും മാർക്കറ്റ് നോർമലി പോവാറില്ല. വോളാറ്റൈൽ ആയതുകൊണ്ടിട്ടാണ്. അതൊന്ന് ജസ്റ്റ് അതും കൂടെ കവർ ചെയ്ത് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. BPCയിൽ നിന്ന് നല്ല മൂവ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഓർഡർ ബ്ലോക്കിനുള്ളിൽ കയറി അവിടുന്ന് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കും കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവാണത് അപ്സൈഡിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ONGC നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് ഇന്ന് കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തു, നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് അത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നല്ല എൻട്രി തന്നെയാണ്. 1:3 അവിടെ ആൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഫസ്റ്റിലെ തന്നെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു, അതിന് ശേഷം വന്ന് താഴത്തെ ഓർഡർ ബ്ലോക്കിലും അത് ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇന്ന് നമ്മൾ കണ്ട എല്ലാ സ്റ്റോക്കുകളിലും നമ്മൾ
മാർക്ക് ചെയ്ത് വെച്ചേച്ച ഓർഡർ ബ്ലോക്കുകളെല്ലാം കൃത്യമായി 5 ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഇത് 5 സ്റ്റോക്കിലും ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ ഇന്ന് 1:2 മിനിമം, ഇതിപ്പോൾ മുകളിൽ നിന്നാണെങ്കിലും താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:6% ഉണ്ട്. ദാറ്റ് മീൻസ് 1:3 ഇതിലും കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ 1:2 എബോ നിലവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് 1:3യും കവർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എൻട്രി എടുത്തത് കുറച്ച് മുകളിൽ നിന്നാണ്. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതിപ്പോൾ 1.5%ലേക്ക് അത് എത്തുന്നുണ്ട്. സോ ദാറ്റ് 1:3 അവിടെ കിട്ടുമായിരുന്നു. പക്ഷേ നമുക്കൊരു പേടിയുള്ളതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തില്ല. എനിവേ നമ്മൾ കുറേ ദിവസത്തെ ആ ലോസ് എന്ന് പറയുന്ന ഒന്ന് ബ്രേക്ക് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയെ, അതായത് സ്ട്രാറ്റജി എല്ലാവരും മാറ്റുന്നത് ഈ ഒരു ഘട്ടത്തിൽ വെച്ചിട്ടാണ്. നമുക്ക് ഒരു ഐഡിയ ഇല്ല, നമ്മൾ എടുക്കുന്നതെല്ലാം ബാക്ക് ടു ബാക്ക് ലോസ് അടിക്കുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ കുഴപ്പമാണോ എന്ന് പലർക്കും തോന്നും. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി മോഡൽ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു എൻട്രി പോയിൻ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പ്രോബബിലിറ്റിയിൽ മാത്രമാണ് ഷെയർ മാർക്കറ്റിലെ കളികൾ മുഴുവനും. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ പോലും ഇന്നലെയൊക്കെ ആണെങ്കിലും ഓവർ ട്രേഡ് എടുത്ത ദിവസങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓവർ ട്രേഡ് നല്ലപോലെ എടുത്തു. ഈ മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ദിവസങ്ങൾ ഈ റെഡ് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഓവർ ട്രേഡാണ്. അപ്പോൾ അതങ്ങനെ എടുത്തതിൻ്റെ കാരണം ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. 185 ഇപ്പോൾ 186 ദിവസമേ ആയിട്ടുള്ളൂ. സോ ദാറ്റ് ആ പരിചയക്കുറവ് വെച്ചിട്ട് നമ്മളുടെ മാനസികാവസ്ഥ, മെൻ്റൽ സ്ട്രെങ്ത് ഷെയ്ക്കണാകുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഓവർ ട്രേഡൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് 117 രൂപ 15 പൈസ. അപ്പോൾ നമ്മുടെ ജേണൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NTPCയിൽ നമ്മൾ ഇന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഈ മാസത്തിൽ നമുക്കൊരു പ്രോഫിറ്റ് ഡേ കിട്ടുവാണ്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം 50-50യിലേക്ക് എത്തിയിരുന്നു നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി. ഒരു പ്രോഫിറ്റ് അടിച്ചുകൊണ്ട് അത് 51% ആയി. ഈ മാസം ഇപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ലോസ് ഇല്ലാത്ത 2 ദിവസം, പ്രോഫിറ്റ് എന്ന് പറയാവുന്ന 2 ദിവസങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, കുറച്ചധികം ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയിലെ കുറേ ആൾക്കാർ നമ്മളിതൊരു പണിയായിട്ടിരിക്കുന്നത് അറിഞ്ഞ് ഉള്ള ആൾക്കാരുണ്ട്, കുറച്ച് പേരെങ്കിലും. അപ്പോൾ ഇവരൊക്കെ നോക്കുമ്പോൾ നമുക്ക് മിക്സിംഗ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് അടിക്കാതെ ഇടവിട്ട ദിവസങ്ങളിൽ ലോസൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് കണ്ടിന്യൂസ് ഇപ്പോൾ ഈ മാസം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റേ ഇല്ല. അപ്പോൾ ഇന്നാണ് ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് 5-6 ദിവസം ലോസൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒത്തിരി കഥകൾ പറഞ്ഞിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ സൈഡ് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരതിലൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിച്ചൊക്കെ ഇരിക്കുവാണ്. ശരിയാണ്, ഇതൊക്കെ സംഭവിച്ചേക്കാം. എന്നിരിക്കെ പോലും കണ്ടിന്യൂസ് ലോസൊക്കെ വരുമ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ കൂടെയുള്ള ബാക്കി കേട്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇല്ലെങ്കിൽ ചോദിക്കുമല്ലോ, എന്തായി ഇന്നലത്തെ റിസൾട്ട്, എന്തായി പ്രോഫിറ്റാണോ ലോസാണോ? അപ്പോൾ ലോസ് കണ്ടിന്യൂസ് കേൾക്കുമ്പോൾ ഇവർ കുറച്ച്, അല്ലെങ്കിൽ ഇവരുടെ മുഖം, ഇവരുടെ സംസാരങ്ങൾ, ഇതൊക്കെ പതുക്കെ നമ്മളെയും ചെറുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് കാര്യമായ രീതിയിൽ ബാധിച്ചേക്കാം. ഇപ്പോൾ തുടക്കകാലത്ത് ഇല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്ന വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചധികം ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തതുകൊണ്ടും ഇനി ഇന്നലെ ലോസ് ആയിരുന്നപ്പോൾ പോലും നെറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിലായിരുന്നത് കൊണ്ടുമൊക്കെ നമുക്കറിയാം ഇത് പതുക്കെ ഈ ഒരു രീതി നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഇനി നമ്മൾ തന്നെ പറഞ്ഞു. ഈ 2 ദിവസം 1:2 എബോ കിട്ടിയതാണ്, അത് നമ്മൾ എടുത്തില്ല. ഇതെല്ലാം നമ്മുടെ മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അതിനെ നമുക്ക് മെക്കാനിക്കലായിട്ട് മറികടക്കണം. അതിനെന്ത് മാർഗം എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ബ്രാക്കറ്റ് ഓർഡറാണ് ഇട്ടിരുന്നതെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻട്രി കിട്ടി. അതിനോടൊപ്പം തന്നെ 1% സ്റ്റോപ്പ് ലോസ് വന്നു. അത് പിന്നീട് നമ്മൾ ട്രയൽ ചെയ്താൽ മതി. നമ്മുടെ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട്. ഇപ്പോൾ ഞാൻ 0.5% വെക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് ട്രയൽ ചെയ്ത് വെച്ചാൽ മതി. ഒപ്പം തന്നെ ടാർഗറ്റ് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓട്ടോമാറ്റിക്കലി 1:2-ലോ 1:3-ലോ കംഫർട്ടബിൾ ഏതാണ് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടി, സ്റ്റോപ്പ് ലോസ് പ്ലേസായി, ടാർഗറ്റ് പ്ലേസായി. ഇതെല്ലാം പ്ലേസായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ നമ്മൾ തയ്യാറാവില്ല. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മൾ 1:2 ഇതാണ്, 1:3 ഇതാണ്. മാർക്കറ്റ് പോയി അവിടെ ഹിറ്റ് ചെയ്തു. ഈവൻ 2 5 മിനിറ്റ് ക്യാൻഡിലുകൾ അതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 10 മിനിറ്റ് ടൈം അവിടെ എക്സിറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസിൻ്റെ കുറവ് നമ്മളിവിടെയും ഇന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഹിറ്റ് ചെയ്തപ്പോൾ ഇല്ലെങ്കിൽ അവിടെ ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ എടുത്തിട്ട് പോന്നു. എനിവേ നമ്മളിവിടെ
ബ്രാക്കറ്റ് ഓർഡർ ആയിരുന്നത് കൊണ്ടൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ 2 ദിവസങ്ങളിൽ കൃത്യമായി മാർക്കറ്റ് പോയി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കിയിരുന്നു ഹയർ റിസ്ക് റിവാർഡിന് വേണ്ടി. അവിടെ ഗ്രീഡ് വർക്കൗട്ടായി, അപ്പോൾ നമുക്ക് ലോസ് കിട്ടി. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെയും ചിലപ്പോൾ അത് ട്രിഗർ ആയേക്കാം. നമ്മൾ മാനസികമായിട്ട് അത്രയ്ക്ക് സ്റ്റേബിളായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അത് ത്രൂ എക്സ്പീരിയൻസിൽ നമ്മൾ എത്തത്തുള്ളൂ. നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവുകളും കുറവുകളും നമ്മൾ തന്നെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ബ്ലോക്ക് ചെയ്യണം, മെക്കാനിക്കലായിട്ട് ബ്ലോക്ക് ചെയ്യണം. മാനസികമായിട്ട് അവിടെ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ എക്സ്പീരിയൻസിൻ്റെ കുറവുള്ള ഒരാൾക്ക് പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ പോരായ്മ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇന്നലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു മറുപടി വേണം. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ലോസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ഒരേ സമയത്ത് തന്നെ ഇതെല്ലാം പ്ലേസ് ആവണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് ഇടപെടാതിരുന്നാൽ മതി. ബൈ ഡിഫോൾട്ട് നമുക്ക് ലോസ് കിട്ടാനുള്ളതാണ് കിട്ടും, അതല്ല ടാർഗറ്റ് കിട്ടാനുള്ളതാണ് അത് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു, നമ്മൾ 1% ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുത്തത്. നമുക്ക് എൻട്രി കിട്ടിയേക്കുന്ന പ്ലേസ് ഏകദേശം നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത് ഇതാ ഇവിടെ 326.55 നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 1% വെച്ചത്. 1% വെച്ച സ്റ്റോപ്പ് ലോസ് നമ്മൾ അതിന് ശേഷം ഇതിൻ്റെ തൊട്ട് താഴത്തേക്ക് ട്രയൽ ചെയ്തായിരുന്നു. അങ്ങനെ ട്രയൽ ചെയ്ത് വെച്ചതിന് വന്ന് ട്രിഗർ ചെയ്തിട്ടാണ് 33 ക്വാണ്ടിറ്റി സെൽ ഓഫ് ആയി പോയത്. അപ്പോൾ എന്നാലും ബാക്കി 60 ക്വാണ്ടിറ്റിയോളം സെൽ ഓഫ് ആകാതിരുന്നത് നമുക്കിവിടെ ഇന്ന് ഗുണപ്പെട്ടു. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും നെറ്റ് ലോസ് കാണിച്ചേനെ. ഓക്കെ, ഇനി 1:2 നമ്മൾ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ഈ 60 ക്വാണ്ടിറ്റി ബാക്കിയുള്ള ഇത് 1:3 ഹിറ്റ് കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ നമുക്ക് ഇവിടെ 3 ഹിറ്റ് കിട്ടിയിരുന്നെങ്കിൽ നമുക്കറിയാം ഒരു 60 രൂപയും കൂടെ കയറി വരും. എനിവേ അത് പൊക്കോട്ടെ. ഇന്ന് ഇവിടെ അത്രയും നമ്മളിത് രണ്ടും കൂടെ വെച്ചത് കൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കും. 0.5% എന്ന് പറയുമ്പോൾ 326.55 നമ്മളിവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് വയ്ക്കും. കംപ്ലീറ്റ് അത് അടിച്ച് പോകും. നമ്മൾ മാനുവലി വെക്കാനുള്ള സമയം ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് അടിച്ച് പോയി നമ്മൾ ലോസ് എടുത്ത് നിൽക്കുമെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ വിൻഡോ, ഈ ഓർഡർ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ സൈസിങ് ഓട്ടോമാറ്റിക്കലി വരാനായിട്ടുള്ളത് ഞാൻ മാർജിൻ പെർസെൻറ്റേജ് വെച്ചിട്ട് സെറ്റ് ചെയ്തു. ഇനി സ്റ്റോപ്പ് ലോസ് ഇവിടെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. ടാർഗറ്റും പെർസെൻറ്റേജിലേക്ക് തന്നെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓർഡർ വിൻഡോയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 1% ടാർഗറ്റും 1% സ്റ്റോപ്പ് ലോസും വരുവാണ്. ഇത് നമ്മൾ മാനുവലി ഇടപെട്ടിന് മാറ്റാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ അത് ചെയ്യൂല, ഇല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സാധ്യത അപ്പോഴില്ലാത്തത് കൊണ്ട് നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം പിന്നീട് ട്രയൽ ചെയ്യുകയാണ് പൊതുവെ ചെയ്യാൻ സാധ്യത. അതുകൊണ്ടിട്ടാണ് ഇന്ന് നമ്മൾ ഈ ട്രേഡിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. കാരണം ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇത് രണ്ടിനിടയ്ക്ക് നമ്മൾ എക്സിറ്റ് എടുക്കാതിരിക്കുക. അതിനും ഇത് സഹായിക്കും. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാൻ പേടിയുണ്ടാവും. അപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് പോകും. ഇനി ചെറിയ ലോസ് കാണുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുന്നതിന് മുമ്പേ എക്സിറ്റ് എടുത്ത് പോകും. ഇതൊക്കെ ഒരു കാലത്ത് നമ്മളും ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് നമ്മളിതിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ പോലും നമ്മൾ സേഫാണ്. കാരണം പ്രോബബിലിറ്റി പ്രകാരം എന്താണോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അത് മാക്സിമം നമുക്ക് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ചെറിയൊരു പ്രഡിക്ഷൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെ ഓർഡർ ബ്ലോക്ക് അനുസരിച്ച് റിവേഴ്സൽ എൻട്രീസാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ ഇവിടുന്ന് തിരിച്ചിനി ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്, ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും നമുക്കിവിടെ കാണാം നിഫ്റ്റി 50 ഒരു മൂവ് നടത്തിയിട്ടില്ല, അതൊരു ഓർഡർ ബ്ലോക്കിനുള്ളിൽ മാത്രം നിൽക്കുകയാണ്. സോ ദാറ്റ് സ്റ്റോക്കുകൾ ഇന്ന് താഴത്തെ മുകളിലും അങ്ങനെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്റ്റോക്കുകളിലൂടെ ഒന്ന് കടന്നു പോയിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വിപ്രോ വീണ്ടും ഹിറ്റ് ചെയ്യുന്നു. അതൊരു പക്ഷേ താഴത്തേക്ക് തന്നെ പോകാം, അതല്ല അങ്ങനെ അല്ലെങ്കിൽ തിരിച്ച് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇനി പവർ ഗ്രിഡ് വന്നു കഴിഞ്ഞാൽ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു. എന്നിരുന്നാലും നമ്മളിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇല്ലെങ്കിൽ താഴത്തു നിന്നൊക്കെയാണ് എൻട്രി എടുത്തിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇന്ന് ഹൈ 1:2 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി BPSLലേക്ക് വന്നു കഴിഞ്ഞാലും എല്ലാം ഇന്ന് ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്ത് പോയിട്ടുണ്ട് കേട്ടോ. 0.5%-ലധികം താഴത്തോട്ട് അത് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് അത് നല്ലൊരു മൂവ്
2%, 2.5, അതായത് 1:5 കിട്ടാനുള്ള മൂവ് BPCയിൽ നടത്തി കഴിഞ്ഞു. ഇനി ONGCയിലേക്ക് വന്നു കഴിഞ്ഞാൽ ONGC രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തു, അതിനുശേഷം മുകളിൽ പോയി ഹിറ്റ് ചെയ്തു 2%. ഇനി മുകളിൽ പോയി ഹിറ്റ് ചെയ്തതിന് ശേഷം അത് തിരികെ വരുന്നൊരു കാഴ്ച നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും താഴത്തേക്കത് 0.8% ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇത് 1:2 താഴത്തേക്കും കൊടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി NTPC നമ്മുടെ സ്റ്റോക്കായിരുന്നു, വിപ്രോയും നമ്മൾ കണ്ടു. നമ്മുടെ സ്റ്റോക്ക് ഇപ്പം നമ്മൾ ഏകദേശം സാധ്യത പറഞ്ഞതുപോലെ താഴത്തേക്ക് തന്നെ വരുന്നു. 1:2 കിട്ടാനാണെങ്കിൽ അത് ഇവിടെ വരെ വന്നാൽ മതി, വരാനുള്ള സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്നുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൂസിങ് സ്ട്രീക്ക് ഇന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ ദാറ്റ് വരും ദിവസങ്ങളിലൂടെ നമുക്കിനി ഒരു 10 ദിവസം 13 ദിവസം കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മാസവും ഇത്രയും ലോസിലാണ് ഇപ്പോൾ നമ്മളുള്ള 22% ലോസിലാണ്. തിരിച്ചു പിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രം ചെയ്താൽ മതി. പിന്നെ മാർക്കറ്റ് കുറച്ച് വോളാറ്റൈലായിരുന്നു ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ടൈറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് പോകാനുള്ള സാധ്യതകളൊക്കെ അവിടെ കൂടുതലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ പരിപാടിയും കൂടെ ചെയ്തത്. 2 ദിവസം പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തത് എടുക്കാതെയും കൂടി ഇരുന്നു. അപ്പോൾ പൂർത്തിയായി. ഇതാണ് സംഭവിച്ചത്. ആക്ച്വലി നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ മാത്രം, അല്ലാതെ നമ്മുടെ സ്ട്രാറ്റജിയിലോ നമ്മൾ കണ്ടെത്തിയ പ്ലാനുകളിലോ യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ആൾക്കാർ കളിയായിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്ന് തീരും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മാനസികമായി അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും എൻ്റെ മാനസികാവസ്ഥയെ പോലും ഈ കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, പേരിനൊരു പ്രോഫിറ്റ് എന്നതൊഴിച്ച് 8 ദിവസം നമുക്ക് ലോസായിരുന്നു. അപ്പോൾ പ്രോ ട്രേഡേഴ്സ് അടക്കം പറയുന്നുണ്ട് 8 ദിവസം 9 ദിവസമൊക്കെ നോർമലി കോൺസിക്യൂട്ടീവ് ലോസ് അടിക്കാറുണ്ട്. എന്നിരുന്നാൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടി, ഇവിടെ പ്രോഫിറ്റ് ഡേ ആണ്, ഇത് പ്രോഫിറ്റ് ഡേ ആണ്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് എടുക്കാഞ്ഞതാണ്. അങ്ങനെ നോക്കുമ്പോൾ കൺസിക്യൂട്ടീവായിട്ടുള്ള ലോസ് നമുക്ക് ഹിറ്റ് ചെയ്തിട്ടില്ല 8 ദിവസം. അപ്പോൾ നമുക്കിവിടെ കോൺഫിഡൻസ് ഒന്നും തകരേണ്ട കാര്യമില്ല. ഇനി നമ്മൾ വളരെ സിമ്പിളാക്കിയിട്ടാണ് ഇപ്പോൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുമ്പോൾ തന്നെ പലരും ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ഓർഡർ ബ്ലോക്കിനെ പറ്റി പഠിക്കാൻ വേണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അത് പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആദ്യമേ 4 hour ചാർട്ട് നോക്കണം, അതിനുശേഷം 15 minute ചാർട്ടിലേക്ക് വന്നിട്ട് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 4 hourലാകാം, ഇല്ലെങ്കിൽ 15 minute നമ്മൾ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ 5 minute തന്നെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കും കണ്ടെത്തുന്നത്, ട്രേഡിങ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി ഏത് മിനിറ്റ് ക്യാൻഡലിലാണോ അതേ ക്യാൻഡലിൽ തന്നെ, അല്ലെങ്കിൽ അതേ 5 minute തന്നെ ടൈം ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.